ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംമേക്കേഴ്സ് ഡ്രീംസ്, അവർ ഡ്രീം ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കണത് വളരെ ഈസി ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് ഗീ റൈസ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഗീ റൈസ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. വളരെ ഈസിയാണ്. ഇപ്പോൾ ഈദിനായാലും അങ്ങനെ എന്ത് ഫംഗ്ഷൻ എന്ത് പരിപാടിക്കായാലും നമുക്ക് ഈസി ആയിട്ട് 10 മിനിറ്റ് ഉണ്ട്. അതെല്ലാ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അവർക്കൊരു സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അത്രയ്ക്ക് സമയം പോലും നമുക്ക് ഈ ഒരു നെയ്ച്ചോറിന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ 3 കപ്പ് അരി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കൈമ അരി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഗീ റൈസിന് ഗീ എന്തായാലും ആവശ്യമുണ്ട്. അത് നല്ല ഗീ ഏതാണെന്ന് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് അതെടുക്കാം. അതേപോലെ 2 സബോള ചെറുതായി അരിഞ്ഞത്, അതായത് ഒരു പകുതി കഷ്ണമായിട്ട് നീളത്തിൽ അരിയണവർക്ക് അങ്ങനെ അരിയാം. 2 കഷ്ണം കറുവപ്പട്ട, ഒരു 10-15 കറിയാമ്പൂ, 8 ഏലക്കായ, ഒരു പിടി അണ്ടിപ്പരിപ്പ്, ഒരു പിടി മുന്തിരി, അതേപോലെ കുറച്ച് വേപ്പിൻ്റെ ഇലയുടെ ഒരു മണം വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ നെയ്യ് പറഞ്ഞുള്ള ഏത് നെയ്യ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചെടുക്കാം. ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ മസാലകൾ കറുവപ്പട്ടതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഓരോന്നായിട്ട് വേഗം വറുത്തെടുക്കാനായിട്ട് ആദ്യം നെയ്യിടുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യിടുക. നല്ല മസാലയും കൂടിയിട്ട് ഒരുമിച്ച് ഒന്ന് വറുത്തെടുക്കുക. നല്ല സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ കഴിയും. നമ്മൾ വറുത്തെടുത്തത് ഈ വേവിച്ച് വെച്ചിട്ടുള്ള അരിയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നെയ്യൊക്കെ അപ്പോൾ അതിലേക്ക് തന്നെ പൊക്കോളും. ഇനി അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. വേഗം നമ്മുടെ പരിപാടി കഴിയും. 10 മിനിറ്റ് നമ്മളൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് റെഡിയായി. ഇനി അതിലേക്ക് തന്നെ നമ്മുടെ ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുള്ളത് ഇടുക. ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് അവർക്കൊരു ഇഷ്ടം കൂടുതലാണ്. ഇതിലേക്ക് നമ്മുടെ വേപ്പിൻ്റെ ഇല ഒരു പിടി ഏകദേശം വേണമെങ്കിൽ ഇടാം. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു മണം വരുന്നത് വേപ്പിൻ്റെ ഇലയുടെ മണം ഒരു സ്പെഷ്യൽ മണമാണ്. അപ്പോൾ അത് ഒരു മണം കൂടി വരുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് കൂടും. അപ്പോൾ അതായത് ഇത് ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ എന്തോരം പണികൾ ചെയ്യണം. നമ്മൾ ഇതാവുമ്പോൾ അതൊന്നും ആവശ്യമില്ല. അത് നെയ്യോട് കൂടിയിട്ട് തന്നെ, കുറച്ച് നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അവസാനത്തെ ആയിട്ടുള്ള സബോള മുരിച്ചെടുക്കാം. സബോള ഇതേപോലെ അരിഞ്ഞിട്ടുള്ളത് വേഗം നന്നായി നെയ്യ് ഇട്ടിട്ട് നമ്മളതിൽ മുരിച്ചെടുക്കുകയാണ്. നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ആണല്ലോ നെയ്ച്ചോറിന്. അപ്പോൾ അത് നെയ്യ് കുറച്ചും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയ്യ് അതൊന്ന് വറുത്തെടുക്കുക. അത് നമ്മുടെ റെഡി ആയിട്ട് ഇതിൽ ഉപ്പൊന്നും ഇടാൻ പാടില്ല. ഉപ്പൊന്നും ഇടാണ്ട് സബോള മുരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സബോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സബോളയും കൂടി നമ്മുടെ ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. അതാ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് എല്ലാ വക പരിപാടിയും കഴിയുന്നു. ആക്കി ചോറ് വേവിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ വക പരിപാടിയും കഴിയും. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ഒരു സമയത്ത് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പണി. നമ്മുടെ നെയ്ച്ചോറ് റെഡി. ഈസി. ഈ നെയ്ച്ചോറ് നമുക്ക് ചിക്കൻ ഫ്രൈയുടെ കൂടെയോ ഗ്രേവിയോട് കൂടിയിട്ട് ചിക്കൻ്റെ കൂടെയോ വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.